ഹലോ ഫ്രണ്ട്സ്, ഹെൽത്തീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചർമ്മത്തിൽ കറ്റാർവാഴ തേക്കുമ്പോൾ അതിനൊപ്പം ചേർക്കാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളെക്കുറിച്ചാണ്. മഞ്ഞൾ കറ്റാർവാഴയെ ചേർത്ത് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് അസ്വസ്ഥതയും അലർജിയും ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇത് ചർമ്മത്തിൻ്റെ നിറം മങ്ങുന്നതിനും കാരണമായേക്കാം. നാരങ്ങാനീര് കറ്റാർവാഴയിൽ നാരങ്ങാനീര് ചേർത്ത് ഉപയോഗിക്കുന്നതും ഒഴിവാക്കണം. ഇത് അസിഡിറ്റി വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിൽ ചുവപ്പ്, അസ്വസ്ഥത, വരൾച്ച എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും. കറ്റാർവാഴയുടെ ഗുണങ്ങൾ നിർവീര്യമാക്കാനും ഇത് കാരണമാകും. കറുവപ്പട്ട കറ്റാർവാഴയുമായി ചേർത്ത് ഉപയോഗിച്ചാലും ചർമ്മത്തിന് അസ്വസ്ഥതയും ചുവപ്പ്, ചൊറിച്ചിൽ, വീക്കമൊക്കെ ഉണ്ടാകും. കൂടാതെ ഇത് പതിവായി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ചർമ്മത്തെ കൂടുതൽ സെൻസിറ്റീവ് ആക്കാനും കാരണമാകും. ഗ്ലിസറിൻ കറ്റാർവാഴയുമായി ഗ്ലിസറിൻ ചേർത്ത് ഉപയോഗിക്കുന്നത് ചർമ്മത്തിലെ ഈർപ്പം വളരെയധികം വർദ്ധിപ്പിക്കുന്നു. ഇത് ചർമ്മത്തിൽ ബാക്ടീരിയ വളരാൻ കാരണമാവുകയും ചെയ്യുന്നു. ഗ്ലിസറിന്റെ ഉപയോഗം കറ്റാർവാഴയുടെ ഫലപ്രാപ്തിയും കുറച്ചേക്കാം. ബേക്കിംഗ് സോഡ കറ്റാർവാഴയിൽ ബേക്കിംഗ് സോഡ ചേർത്ത് ഉപയോഗിക്കുന്നത് ചർമ്മത്തിൻ്റെ pHനെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകും. ഇതുമൂലം ചർമ്മത്തിൽ ചൊറിച്ചിൽ, വരൾച്ച എന്നിവയൊക്കെ ഉണ്ടാകും. ടീ ട്രീ ഓയിൽ കറ്റാർവാഴയിൽ ഒരിക്കലും ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ലാത്ത മറ്റൊന്നാണ് ടീ ട്രീ ഓയിൽ. ഇത് ചർമ്മത്തിൻ്റെ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും ചുവപ്പ്, ചൊറിച്ചിൽ എന്നിവയ്ക്കൊക്കെ കാരണമാവുകയും ചെയ്യും. റോസ് വാട്ടർ കറ്റാർവാഴയുമായി റോസ് വാട്ടർ ചേർത്ത് ഉപയോഗിക്കുന്നതും അത്ര നല്ലതല്ല. റോസ് വാട്ടർ കറ്റാർവാഴയുടെ മോയ്സ്ചറൈസിങ് എഫക്റ്റുകൾ കുറയ്ക്കുകയും ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ വരികയും ചെയ്യും. സവാള കറ്റാർവാഴയുമായി സവാളയുടെ നീര് ചേർക്കുന്നത് ചർമ്മത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചുവപ്പ്, ചൊറിച്ചിൽ, വീക്കം എന്നിവ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉള്ളിയുടെ സൾഫർ സംയുക്തങ്ങൾ കറ്റാർവാഴയുടെ സജീവ ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. വെളുത്തുള്ളി നീരും കറ്റാർവാഴയുടെ ജെല്ലും ഒരിക്കലും ചേർത്ത് ഉപയോഗിക്കാൻ പാടില്ല. വെളുത്തുള്ളിയുടെ ശക്തമായ ആന്റിമൈക്രോബിയൽ ഗുണങ്ങൾ കാരണം ചർമ്മത്തിന് അസ്വസ്ഥത, ചുവപ്പ്, ചൊറിച്ചിൽ എന്നിവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് കറ്റാർവാഴ നീരുമായി ചർമ്മത്തിൽ പുരട്ടാൻ പാടില്ലാത്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.